കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പവർഫുൾ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞുതരാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കും. എന്നെ വിശ്വസിക്കൂ, ഇത് 100% ഫലിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിക്കാനും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ആ മാജിക്, ആ രഹസ്യശക്തി ഏതാണ്? കൂട്ടുകാരെ, അതിനായി ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം ശക്തമാണെങ്കിൽ നിങ്ങൾ ഏത് രീതി പിന്തുടർന്നാലും നിങ്ങൾക്ക് 100% ഫലം ലഭിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സമയം പറഞ്ഞുതരാം. ആ സമയത്ത് നിങ്ങൾ ഈ രീതി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ സമയം പ്രയോജനപ്പെടുത്തുക, ഈ സമയം ഉപയോഗിക്കുക, ഈ സമയത്തിന്റെ ശക്തി മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സമയമെന്ന് നമുക്കറിയാം. സമയം 11:11 ആണ്. എന്നാൽ ഇത് പകൽ സമയത്തുള്ളതല്ല, രാത്രിയിലെ 11:11 ആണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന 11:11. നിങ്ങൾക്ക് ഏതു ദിവസമാണോ ഈ വീഡിയോ ലഭിക്കുന്നത് ആ രാത്രി മുതൽ തന്നെ നിങ്ങൾക്ക് ഈ രീതി പിന്തുടരാം. ഇതിനായി പ്രത്യേക ദിവസമൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഏത് സമയത്താണോ ഈ വീഡിയോ ലഭിക്കുന്നത് അന്നുമുതൽ തന്നെ ഇത് പിന്തുടരുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുമ്പോൾ രാത്രി 11:11 കഴിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ദിവസത്തെ രാത്രി 11:11 മുതൽ നിങ്ങൾക്ക് ഈ രീതി ചെയ്യാം. നിങ്ങൾ പലതരം ആചാരങ്ങളും കാര്യങ്ങളും ചെയ്തു മടുത്തിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നില്ല എങ്കിലോ, എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം ഒരു തവണ പൂർണ്ണ വിശ്വാസത്തോടെ ഈ രീതി ചെയ്തു നോക്കൂ. കാരണം നിങ്ങൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയും ക്ഷമയോടെ ഇരിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം അത് നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഏത് രീതിയോ ആചാരമോ ആയാലും പൂർണ്ണ വിശ്വാസത്തോടെ പിന്തുടരുക. അപ്പോൾ താനേ നിങ്ങളുടെ ആ ആഗ്രഹം 100% പൂർത്തിയാകും, താനേ നടക്കും. നിങ്ങളുടെ ആഗ്രഹം വളരെ വലുതാണെങ്കിൽ, ഒപ്പം കുറേക്കാലമായി നിങ്ങൾ അതിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ആഗ്രഹം സാധിക്കാതെ തുടർച്ചയായി തടസ്സങ്ങൾ നേരിടുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു നിങ്ങൾ മടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതുകൊണ്ട് ഒരു തവണ നിങ്ങൾ ഈ രീതി തീർച്ചയായും ചെയ്തു നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് 11:11 തന്നെ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത്? 11:11 എന്ന മിനിറ്റിൽ തന്നെ എന്തുകൊണ്ടാണ് ആഗ്രഹം സാധിക്കുന്നത് എന്ന്? രാത്രിയിലെ ഈ സമയം പ്രപഞ്ചത്തിന്റെ എല്ലാ വാതിലുകളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ വേണ്ടി തുറന്നിരിക്കുന്ന ഒരു ദിവ്യമായ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യമോ ആഗ്രഹമോ ചോദിച്ചാൽ അത് തീർച്ചയായും നടക്കും. ഈ രീതി പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണ്. സാധാരണയായി ഇതിന്റെ ഫലം അന്നു തന്നെ ലഭിക്കാറുണ്ട്. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ 11 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം തീർച്ചയായും ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹം വളരെ വലുതാണെങ്കിൽ ഇതിന്റെ ഫലം എത്ര പെട്ടെന്ന് ലഭിക്കുമെന്നത് നിങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. കാരണം നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ രീതി 11 ദിവസത്തേക്ക് ചെയ്യണം. ഈ 11 ദിവസത്തിനുള്ളിൽ ഇതിന്റെ മാജിക് നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. രാത്രി 11:11 വേണം നിങ്ങൾ ഈ രീതി ചെയ്യാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ രീതി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് തികച്ചും ശാന്തമായിരിക്കണം. ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. ആ നിമിഷത്തിൽ നിങ്ങൾ പൂർണ്ണമായും റിലാക്സ് ആയിട്ട് വേണം ഈ രീതി ആരംഭിക്കാൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഏതെങ്കിലും ഒരു വെള്ള പ്ലെയിൻ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഏത് പേപ്പറും എടുക്കാം, എങ്കിലും പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ വളരെ നല്ലതാണ്. കറുത്ത നിറത്തിലുള്ള പേന ഒഴിവാക്കി മറ്റ് ഏത് നിറത്തിലുള്ള പേനയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് കറുത്ത പേന ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക. ഒരു സമയം ഒരു ആഗ്രഹം മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ഒരുമിച്ച് ഒന്നിലധികം ആഗ്രഹങ്ങൾ എടുക്കാൻ പാടില്ല. ഒരു സമയം ഒരു ആഗ്രഹത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുകൊണ്ടൊരാഗ്രഹം മാത്രം എടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു ആഗ്രഹം കുറേക്കാലമായി നടക്കുന്നില്ലെങ്കിലോ, ആ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, ആ പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹം 11 തവണ എഴുതണം. നിങ്ങളുടെ ആഗ്രഹം ജോലിയുമായി ബന്ധപ്പെട്ടതോ പണവുമായി ബന്ധപ്പെട്ടതോ പുതിയ വീടോ പരീക്ഷയോ വിവാഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആകാം. നിങ്ങളുടെ ആഗ്രഹം 11 തവണ ഈ രീതിയിൽ എഴുതുക. താങ്ക് യു ഡിയർ യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. താങ്ക് യു ഡിയർ യൂണിവേഴ്സ്, എനിക്ക് എന്റെ പ്രിയപ്പെട്ട സ്വപ്ന ജോലി ലഭിച്ചു കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു ഡിയർ യൂണിവേഴ്സ്, എനിക്കെന്റെ പ്രിയപ്പെട്ട സ്വപ്ന ജോലി ലഭിച്ചു കഴിഞ്ഞു. ഈ രീതിയിൽ 11 തവണ എഴുതണം. നിങ്ങളുടെ ആഗ്രഹം ഒരൊറ്റ വരിയിൽ വരാൻ ശ്രദ്ധിക്കുക. അതേ വരി തന്നെ 11 തവണ ആവർത്തിച്ചെഴുതണം. അതിനുശേഷം ആ പേപ്പർ നിങ്ങളുടെ ഭാഗത്തേക്ക് 2 തവണ മടക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതിന്മേൽ നിങ്ങളുടെ വലതുകൈ വെച്ച് 11 സെക്കൻഡ് നേരം കണ്ണുകൾ അടയ്ക്കുക.
ഈ പേപ്പറിനെ ഊർജ്ജസ്വലമാക്കാൻ നിങ്ങളുടെ ദൈവത്തെ ഓർക്കുക, നന്ദി പറയുക. പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതായി മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. അതിനുശേഷം വളരെ ചെറിയ ഈ മന്ത്രം ജപിക്കുക. ഓം അന്തരീക്ഷായ നമഃ, ഓം അന്തരീക്ഷായ നമഃ. നിങ്ങളുടെ ആഗ്രഹം പേപ്പറിൽ എഴുതിയ ശേഷം ഈ ചെറിയ മന്ത്രം 11 തവണ മാത്രം ജപിക്കുക. ഈ മുഴുവൻ പ്രക്രിയയ്ക്കും നിങ്ങൾക്ക് ഒരുപാട് സമയം ആവശ്യമില്ല. പരമാവധി 5 മിനിറ്റ് മാത്രമേ എടുക്കൂ. ഇനി ആ പേപ്പർ നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി 11 ദിവസത്തേക്ക് ചെയ്യണം. എഴുതുന്നത് ഒരു തവണ മാത്രം മതി, പക്ഷേ എല്ലാ ദിവസവും ആ പേപ്പറിനെ ഇതേ രീതിയിൽ എനർജൈസ് ചെയ്യുകയും ആഗ്രഹത്തെക്കുറിച്ച് മനസ്സിൽ ദൃശ്യവൽക്കരിക്കുകയും വേണം. തുടർന്ന് 11 തവണ മന്ത്രം ജപിച്ച ശേഷം വീണ്ടും ആ പേപ്പർ തലയണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക. ഒരു തവണ കൂടി ഞാൻ ഈ പ്രക്രിയ മുഴുവൻ ആവർത്തിക്കാം. ആദ്യം ഒരു വെള്ള പ്ലെയിൻ പേപ്പറിൽ 11 തവണ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. പിന്നീട് ആ പേപ്പർ 2 തവണ നിങ്ങളുടെ ഭാഗത്തേക്ക് മടക്കി നെഞ്ചോട് ചേർക്കുക. അതിനുശേഷം വലതുകൈ ആ പേപ്പറിൽ വെച്ച് നിങ്ങളുടെ ആഗ്രഹം ദൃശ്യവൽക്കരിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞ മന്ത്രം 11 തവണ ജപിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം 11 ദിവസത്തേക്ക് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇത് ചെയ്യുക. നിങ്ങളിത് ചെയ്തു നോക്കൂ, നിങ്ങൾക്കിതിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹം എന്തായാലും പൂർണ്ണ വിശ്വാസത്തോടെ ഈ രീതികൾ പിന്തുടരുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കും. അതിനുശേഷം നിങ്ങൾക്ക് വിജയം ലഭിച്ചോ ഇല്ലയോ എന്ന് എന്നെ തീർച്ചയായും അറിയിക്കണം. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം 100% നടക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ ഏതൊരു രീതിക്കും 2 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒന്നാമത്തേത് നിങ്ങളുടെ വിശ്വാസമാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഇതിനായി അമിതമായി വെപ്രാളപ്പെടരുത്. നിങ്ങൾ അമിതമായി വെപ്രാളപ്പെടുമ്പോൾ പലപ്പോഴും മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരാൻ തുടങ്ങും. ഈ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തിടുക്കം കൂട്ടരുത്. എല്ലാം നിങ്ങൾ പ്രപഞ്ചത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞുവെന്നും ചെയ്യേണ്ടതെല്ലാം പ്രപഞ്ചം ചെയ്തോളുമെന്നും ഉറച്ചു വിശ്വസിക്കുക. പിന്നെ കാണാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എങ്ങനെയൊക്കെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നതെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നീലപ്പേന ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് 1111 എന്ന ഈ മാന്ത്രിക ദിവ്യ നമ്പർ എഴുതാവുന്നതാണ്. അത് മാഞ്ഞു പോകുമ്പോൾ വീണ്ടും എഴുതാം. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതുവരെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. കൂട്ടുകാരെ, നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. അത് മറ്റുള്ളവർക്കും പ്രചോദനമാകും. നിങ്ങളുടെ വിജയകഥ കേൾക്കുന്നതുവഴി ആരുടെയെങ്കിലും ജീവിതത്തിലെ സ്വപ്നങ്ങൾ സഫലമായേക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ തോന്നിയെന്ന് കമന്റ് സെക്ഷനിൽ തീർച്ചയായും അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.